നമ്മുടെ നിവിൻ പോളി ഇതുവരെ ഏതൊക്കെ സിനിമകളാണ് അഭിനയിച്ചിരിക്കുന്നതെന്നും ആ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ അല്ലെങ്കിൽ നിർമ്മാതാക്കളെ കുത്തുപാളെടുപ്പിച്ചോ എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. പല സിനിമകളും നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാനും പറ്റും. അതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. 2010 വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെയാണ് നിവിൻ പോളി സിനിമാ രംഗത്തെത്തുന്നത്. മ്യൂസിക്കൽ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ 5 സുഹൃത്തുക്കളുടെയും അവരുടെ ക്ലബിന്റെയും കഥയായിരുന്നു പറഞ്ഞിരുന്നത്. നിവിൻ പോളി, അജു വർഗീസ്, ഭഗത്, ഹരികൃഷ്ണൻ, നെടുമുടി വേണു, ജഗതി, സുരാജ് വഞ്ഞാറമൂട്, സലീം കുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഇന്ന് സൂപ്പർ താരങ്ങളായ നിവിൻ പോളി, അജു വർഗീസ്, ഭഗത് തുടങ്ങിയവരുടെ ആദ്യ സിനിമ കൂടിയായിരുന്നു ഇത്. സംവിധായകൻ വിനീത് തന്നെയായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചത്. നടൻ ദിലീപ് ആയിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഏകദേശം 2 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 8 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. ഈ സിനിമയുടെ IMDb റേറ്റിംഗ് 6.5 ഔട്ട് ഓഫ് 10 ആയിരുന്നു. രണ്ടാമത്തെ സിനിമ രാജേഷ് പിള്ളയുടെ സംവിധാനത്തിൽ 2011 പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന സിനിമയാണ്. ഇതൊരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു. ശ്രീനിവാസൻ, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, വിനീത് ശ്രീനിവാസൻ, റഹ്മാൻ, അനൂപ് മേനോൻ, റോമ, രമ്യ നമ്പീശൻ, നമിത പ്രമോദ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. നിവിൻ പോളി ഒരു ക്യാമിയോ അപ്പിയറൻസിലായിരുന്നു ഈ സിനിമയിൽ എത്തിയിരുന്നത്. ഇതൊരു റോഡ് ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്നു. 2.75 കോടി രൂപയ്ക്ക് നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 15 കോടിയിലേറെ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരുന്നു. അടുത്തത് ദി മെട്രോ എന്ന ചിത്രമായിരുന്നു. ബിപിൻ പ്രഭാകരായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ശരത് കുമാർ, നിവിൻ പോളി, ഭഗത്, സുരാജ് വഞ്ഞാറമൂട്, സുരേഷ് കൃഷ്ണ, ഭാവന തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. അടുത്തത് ജോഷിയുടെ സംവിധാനത്തിൽ 2011 പുറത്തിറങ്ങിയ സെവൻസ് എന്ന ചിത്രമായിരുന്നു. സ്പോർട്സ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, നിവിൻ പോളി, അജു വർഗീസ്, മിഥുൻ രമേശ്, നദിയ മൊയ്തു, വിനീത് കുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്തത് ലാൽ ജോസിന്റെ സംവിധാനത്തിൽ 2012 പുറത്തിറങ്ങിയ സ്പാനിഷ് മസാല എന്ന ചിത്രമായിരുന്നു. റൊമാന്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, ബിജു മേനൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ ചിത്രത്തിൽ നിവിൻ പോളി ഒരു ക്യാമിയോ അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത്. വിദേശ രാജ്യങ്ങളിൽ വെച്ചായിരുന്നു ഈ ചിത്രത്തിന്റെ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തിരുന്നത്. വമ്പൻ മുതൽ മുടക്കിൽ ഷെഫ് നൌഷാദ് ആയിരുന്നു ഈ ചിത്രം നിർമ്മിച്ചിരുന്നത്. പക്ഷേ ബോക്സ് ഓഫീസിൽ ഈ സിനിമ വലിയ പരാജയമായി മാറുകയായിരുന്നു. അടുത്ത സിനിമ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ 2012 പുറത്തിറങ്ങിയ തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയായിരുന്നു. റൊമാന്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിവിൻ പോളി, ഇഷ തൽവാർ, അജു വർഗീസ്, ശ്രീനിവാസൻ, മനോജ് കെ ജയൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. നിവിൻ പോളിക്ക് വലിയൊരു ബ്രേക്ക് നൽകിയ സിനിമ കൂടിയായിരുന്നു ഇത്. ഈ സിനിമയ്ക്ക് ശേഷം നിവിൻ പോളി മലയാളത്തിലെ മുൻനിര നായകന്മാരുടെ പട്ടികയിലേക്ക് ഉയരുകയായിരുന്നു. അന്നത്തെ കാലത്തെ യുവാക്കൾക്കിടയിലും കോളേജ് പയ്യന്മാർക്കിടയിലും ഈ സിനിമ വലിയൊരു ട്രെൻഡായിരുന്നു. സിനിമയിലെ ആയിഷ എന്ന നായിക കഥാപാത്രം അവതരിപ്പിച്ച ഇഷ തൽവാറിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു ഇത്. സംവിധായകൻ തന്നെയായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത്. മുകേഷും ശ്രീനിവാസനും ചേർന്നായിരുന്നു ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഏകദേശം 3 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 19 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. മാത്രമല്ല സഹബാസ് സുബ്രഹ്മണ്യം എന്ന പേരിൽ തെലുങ്കിലേക്കും വീണ്ടും ഒരു കാതൽ കഥ എന്ന പേരിൽ തമിഴിലേക്കും ഈ സിനിമ പിന്നീട് റീമേക്ക് ചെയ്തിരുന്നു. അടുത്തത് 2012 പുറത്തിറങ്ങിയ ഭൂപടത്തിൽ ഇല്ലാത്തൊരിടം എന്ന സിനിമയായിരുന്നു. നിവിൻ പോളി, ശ്രീനിവാസൻ, ഇനയ, നെടുമുടി വേണു, സുരാജ് വഞ്ഞാറമൂട്, ഇന്നസെന്റ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി. അടുത്തത് സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ 2012 തന്നെ പുറത്തിറങ്ങിയ പുതിയ തീരങ്ങൾ എന്ന സിനിമയായിരുന്നു. കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ നിവിൻ പോളിയും നമിത പ്രമോദുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തത് ചാപ്റ്റേഴ്സ് എന്ന ചിത്രമായിരുന്നു. 2012 പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് സുനിൽ ഇബ്രാഹിം ആയിരുന്നു. ശ്രീനിവാസൻ, നിവിൻ പോളി, അജു വർഗീസ്, ധർമ്മജൻ, വിനീത് കുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമയ്ക്ക് ഒരു ആവറേജ് വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് 2012 തന്നെ ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡാ തടിയ എന്ന ചിത്രമായിരുന്നു. റൊമാന്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ശേഖർ മേനോൻ, നിവിൻ പോളി, ശ്രീനാഥ് ബാസി, ആൻ അഗസ്റ്റിൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. നിവിൻ പോളി ആദ്യമായി നെഗറ്റീവ് റോളിലെത്തിയ സിനിമ കൂടിയായിരുന്നു ഇത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും ഒരു സൂപ്പർ ഹിറ്റ് വിജയം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 2013 5 സിനിമകളായിരുന്നു നിവിൻ പോളിക്കുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തേത് നേരമായിരുന്നു. അൽഫോൺസ് പുത്രനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത്. കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിവിൻ പോളിയും നസ്രിയയുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ലാലു അലക്സ്, ഷമ്മി തിലകൻ, മനോജ് കെ ജയൻ, വിൽസൺ ജോസഫ് തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും സൂപ്പർ ഹിറ്റ് വിജയം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്ത ചിത്രം മൈ ഫാൻ രാമു എന്ന സിനിമയാണ്. നിഖിൽ കെ മേനോൻ ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. സൈജു കുറുപ്പ്, രാജീവ് പിള്ള, ബിജുക്കുട്ടൻ, ഗിന്നസ് ബക്രു, സ്പടികം ജോർജ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയിൽ നിവിൻ പോളി ഒരു ക്യാമിയോ അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത്. ബോക്സ് ഓഫീസിൽ
നിന്നും കഷ്ടി ഒരു ആവറേജ് വിജയം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തത് ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് എന്ന ചിത്രമായിരുന്നു. ജയസൂര്യ, നിവിൻ പോളി, മുകേഷ്, നദിയ മൊയ്തു, രമ്യ നമ്പീശൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി. അടുത്തത് 5 സുന്ദരികൾ എന്ന ചിത്രമായിരുന്നു. ഇതൊരു ആന്തോളജി സിനിമയായിരുന്നു. ഇഷ എന്ന ഭാഗത്താണ് നിവിൻ പോളി ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സമീർ താഹിർ ആയിരുന്നു ആ ഭാഗം സംവിധാനം ചെയ്തിരുന്നത്. ഷൈജു ഖാലിദ്, ആഷിഖ് അബു, അൻവർ റഷീദ്, അമൽ നീരദ് തുടങ്ങിയവരായിരുന്നു മറ്റു ഭാഗങ്ങൾ സംവിധാനം ചെയ്തിരുന്നത്. പക്ഷേ ബോക്സ് ഓഫീസിൽ ഈ സിനിമയ്ക്ക് വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിക്കാതെ പോയി. അടുത്തത് സുനിൽ ഇബ്രാഹിമിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അരികിൽ ഒരാൾ എന്ന ചിത്രമായിരുന്നു. സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഇന്ദ്രജിത്ത്, നിവിൻ പോളി, രമ്യ നമ്പീശൻ, പ്രതാപ് പോത്തൻ, ലന തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. ബോക്സ് ഓഫീസിൽ നിന്നും ഒരു ആവറേജ് വിജയം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിരുന്നു. 2014 നിവിൻ പോളിക്ക് 4 സിനിമകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തേതാണ് 1983. എബ്രിഡ് ഷൈൻ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത്. കമ്മിങ് ഓഫ് ഏജ് സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിവിൻ പോളി, അനൂപ് മേനോൻ, ശ്രിൻഡ, നിക്കി ഗൽറാണി, ജോയ് മാത്യു, സൈജു കുറുപ്പ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും ഒരു സൂപ്പർ ഹിറ്റ് വിജയം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തത് ജൂഡ് ആന്റണി ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഓം ശാന്തി ഓശാന എന്ന ചിത്രമായിരുന്നു. റൊമാന്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നസ്രിയ, നിവിൻ പോളി, അജു വർഗീസ്, രഞ്ജി പണിക്കർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമാണ് ലഭിച്ചത്. ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. അടുത്ത ചിത്രം 2014 അഞ്ജലി മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയായിരുന്നു. ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയായിരുന്നു. ദുൽഖർ സൽമാന്റെ പുറമെ നിവിൻ പോളി, ഫഹദ് ഫാസിൽ, നസ്രിയ നാസിം, നിത്യ മേനോൻ, പാർവതി തിരുവോത്ത്, ഇഷ തൽവാർ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമ മലയാളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ഒട്ടാകെ ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ അഭിനയിച്ച താരങ്ങൾക്കെല്ലാം സൗത്ത് ഇന്ത്യയിൽ ഒട്ടാകെ നിരവധി ആരാധകരെ നേടാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സിനിമയ്ക്ക് 3 കേരള സ്റ്റേറ്റ് ഫിലിം 8 കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രം തിയേറ്ററുകളിൽ നിന്നും 49 കോടിയിലേറെ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുണ്ട്. അടുത്ത ചിത്രം 2014 ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വിക്രമാദിത്യൻ എന്ന സിനിമയാണ്. ദുൽഖർ സൽമാനെ കൂടാതെ ഉണ്ണി മുകുന്ദൻ, നിവിൻ പോളി, നമിത പ്രമോദ്, അനൂപ് മേനോൻ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നിവിൻ പോളി ഈ സിനിമയിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച അഭിപ്രായം നേടി ഹിറ്റ് വിജയം നേടിയിട്ടുണ്ട്. അടുത്തത് രാജേഷ് പിള്ളയുടെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ മിലി എന്ന ചിത്രമായിരുന്നു. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ അമല പോൾ, നിവിൻ പോളി, ഷംന കാസിം, സനുഷ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമയ്ക്ക് മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ലഭിച്ചത്. ഒരു ആവറേജ് വിജയം നേടാൻ ഈ സിനിമ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തത് ജി പ്രജിത്തിന്റെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രമായിരുന്നു. റോഡ് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിവിൻ പോളി, മഞ്ജിമ മോഹൻ, അജു വർഗീസ്, നീരജ് മാധവ്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. വിനീത് ശ്രീനിവാസനായിരുന്നു ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും ഹിറ്റ് വിജയമാണ് ഈ സിനിമ നേടിയത്. അടുത്തത് ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ ഇവിടെ എന്ന ചിത്രമായിരുന്നു. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പൃഥ്വിരാജ്, നിവിൻ പോളി, ഭാവന തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും ആവറേജ് വിജയമാണ് ഈ സിനിമ നേടിയത്. അടുത്തത് 2015 അൽഫോൺസ് പുത്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രേമം എന്ന സിനിമയാണ്. റൊമാന്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിവിൻ പോളി, സായ് പല്ലവി, മഡോണ സബാസ്റ്റ്യൻ, അനുപമ പരമേശ്വരൻ, വിനയ് ഫോർട്ട്, കൃഷ്ണശങ്കർ, ശബരീഷ് വർമ്മ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. നിവിൻ പോളിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് ഇത്. ഏകദേശം 4.5 കോടി ബജറ്റ് നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 74.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. 2010 മുതൽ 2015 വരെ നിവിൻ പോളി അഭിനയിച്ച എല്ലാ സിനിമകളും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2015 മുതൽ അങ്ങോട്ടുള്ള സിനിമകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.